ഹലോ ഗായ്സ്, അപ്പം നമ്മളെ നീലക്കുട്ടനെ പെൻസിലും കളറും ഓക്കെ കളർ പെൻസിലും കളർ ബുക്കും വാങ്ങാൻ പോവാണേ. നീലുവിൻ്റെ ഫ്രണ്ട്സിനൊക്കെ കളർ ബുക്കും കളർ പെൻസിലൊക്കെ ഉണ്ട് അല്ലേ, ക്രയോൺസ് ഒക്കെ. അപ്പോൾ നീലുവിനൊരു സങ്കടം. നീലുവിനെ അമ്മ വാങ്ങിച്ചു തന്നിട്ടുണ്ടായിരുന്നു വിജയദശമിക്ക്. അതെല്ലാം നീലു വരച്ചിട്ട് നശിപ്പിച്ചു അല്ലേ. അമ്മ വാങ്ങിച്ചെന്ന കളറൊക്കെ നീലു പൊട്ടിച്ച് കളഞ്ഞു. അതുകൊണ്ട് പുതിയ കളറും ബുക്കും വാങ്ങാൻ പോവാണേ ഞങ്ങള്. നമുക്കിന്ന് റാമിസിൽ പോവാട്ടോ നീലു വാങ്ങാൻ. റാമിസ് മാളില് ലുലുവിൽ ഇന്നലെ പോയി, പക്ഷെ അത്രയൊന്നും ഇല്ല എനിക്ക് വരക്കാനുള്ളത്. റാമിസിൽ പോയി നോക്കാം, അവിടെ കുറെ ഉണ്ടാവും. ഓക്കെ, വലിയ കുട്ടിയായി, ഇനി കളർ ബുക്കും പെന്നൊക്കെ എടുത്തുവിടും കേട്ടാ. ടോയ്സ് ഒന്നും വാങ്ങിച്ചുവിടാം. ടോയ്സ് ഒക്കെ ബേബീസാ കളിക്കുക. ഓക്കെ, നീലുവിന് ഇനി ബുക്സ് ഒക്കെയാണ് പഠിക്കാൻ അല്ലേ. ലാപ്ടോപ്പാ വാങ്ങാം. അമ്മേനെ പോലത്തെ ആപ്പിൾ തന്നെ വേണോ? ആപ്പിളിന്റെ തന്നെ വേണോ? അയ്യോ നീലു, അത് കൊറേ പൈസ ഇല്ലേ, ഇനി കൊറേ പൈസയാവും. അതിന്റെ സ്മോൾ എടുക്കാം അല്ലെ, അപ്പൊ അത്ര പൈസ ആവൂല അല്ലേ. ഓക്കെ, നിനക്ക് ഇഷ്ടമില്ല വാങ്ങാട്ടാ. ഓക്കെ, നമ്മളെ യൂട്യൂബിലത്തെ ഫ്രണ്ട്സിനോടെല്ലാം എന്നാ പറയാനില്ല എനിക്ക്? എന്തെങ്കിലും പറ. നീലുവിന്റെ വീഡിയോ എല്ലാരും കാണണം എന്ന് പറ. എല്ലാരും ലൈക്ക് ഒക്കെ തരണം, സപ്പോർട്ട് ചെയ്യണം പറ. നീലുവിന്റെ വീഡിയോ എല്ലാരും കാണണേ. നീലു ബുക്ക് വാങ്ങാൻ പോകുന്നതും കളർ വാങ്ങാൻ പോകുന്നതൊക്കെ എല്ലാവരും കാണണം കേട്ടോ ഗൈസ്. ഓക്കെ, അങ്ങനെ നീലുവിന് വേണ്ടിയിട്ടൊരു കളർ ബുക്കും കളർ ക്രയോണൊക്കെ വാങ്ങിക്കാൻ വേണ്ടിയിട്ട് ബഹ്റൈനിലുള്ള റാമിസ് മാളിൽ എത്തിയിട്ടുള്ളത്. ഇവിടെ ഒരുപാട് അതുപോലത്തെ ഐറ്റംസ് ഒക്കെ ഉള്ളൊരു ഷോപ്പ് മീൻസ് മാളാണ് കേട്ടോ. ഏതാ ബുക്ക്? ഇവിടെ ഒന്നല്ല. ഇത് നോക്കി, പൂവ്. നടക്ക് ഇത് മണക്കൂല, പ്ലാസ്റ്റിക്കാ. ഇത് സ്റ്റേഷനറി സെഷനാണ്. ഇവിടെ ഇതാ ഒരുപാട് കളക്ഷൻസ് ഉണ്ട്. എംബ്രോയ്ഡറി ഐറ്റംസും ബുക്ക് ഐറ്റംസും അതുപോലെ പെയിൻറ്റിങ് ഐറ്റംസ്. കൂടുതലും ഈ ക്രിയേറ്റിവിറ്റീൻ്റെ ഐറ്റംസ് ആണ് കേട്ടോ. ക്രിയേറ്റീവായിട്ട് ഓരോന്ന് ചെയ്യാൻ പറ്റുന്ന ത്രെഡ് വർക്ക്, ബീഡ്സ് വർക്ക്, അതുപോലെ തന്നെ സ്റ്റിക്കർ കൊണ്ടുള്ള ഐറ്റംസ്, അങ്ങനെ ഒരുപാട് വെറൈറ്റി സാധനങ്ങളുണ്ട്. അതുപോലെ തന്നെ കുട്ടികളുടെ കളേഴ്സും കുട്ടികളുടെ സ്റ്റിക്കേഴ്സും കുട്ടികളുടെ ബുക്സൊക്കെ ആണെങ്കിൽ ഒരുപാട് എല്ലാ ടൈപ്സും ഉണ്ട്. പെൻസ്, കളർ പെൻസിൽ, സ്കെച്ച് പെൻസ്, അതുപോലെ വാട്ടർ പെയിൻറ്റ്, ഓയിൽ പെയിൻറ്റ്, ഫാബ്രിക് പെയിൻറ്റ് തുടങ്ങിയ എല്ലാ ഐറ്റംസും, എല്ലാ പെയിൻറ്റിങ് ഐറ്റംസും ഇവിടെയുണ്ട്. പല റേറ്റിനാണ് കേട്ടോ. ഈ 230, 330 എന്നൊക്കെ പറയുന്നത് ഫിൽസാണ് കേട്ടോ. ഫിൽസ് ചെറിയ റേറ്റാണ്. നാട്ടിലത്തെ ഏകദേശം അത്ര വലിയ ലോസൊന്നും ഇല്ലാത്ത റേറ്റ് തന്നെയാണ് കേട്ടോ ഇവിടെ. നാട്ടിലത്തെ സെയിം സാധനങ്ങൾക്കൊക്കെ. അപ്പോൾ പിന്നെ അതുപോലെ തന്നെ ഇതാ പല കുട്ടികൾക്ക് പഠിക്കാൻ വേണ്ടിയിട്ട് യൂസ്ഫുള്ളായിട്ടുള്ള എന്തൊക്കെയോ കളിപ്പാട്ടങ്ങളും അതുപോലെ സ്റ്റഡി മെറ്റീരിയൽസും കുട്ടികൾക്ക് ആക്ടിവിറ്റി ചെയ്യാനുള്ള ഐറ്റംസും അങ്ങനെ ഒരുപാട് സാധനങ്ങളുണ്ട്. പിന്നെ ബുക്സ് തന്നെ നമ്മൾ നോക്കിയിട്ടോ. ബുക്സിൻ്റെ തന്നെ പാഡ്സ് ആണെങ്കിലും ഒക്കെ പല വെറൈറ്റീസായിട്ട് കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ നീലുവിൻ്റെ ഫ്രണ്ട്സിനൊക്കെ ബുക്കും കളർ പെൻസിലൊക്കെ ഉണ്ട് എന്ന് പറഞ്ഞ് ഒരു പ്രാവശ്യം ഞങ്ങൾ വാങ്ങിച്ചു കൊടുത്തതാണ്. അതൊക്കെ നശിപ്പിച്ചു. അപ്പോൾ പുതിയതൊന്ന് ചൂസ് ചെയ്യാൻ വേണ്ടി വന്നതാണ്. ആക്ച്വലി ഇങ്ങനെയുള്ള ഐറ്റംസ് ലുലുവിനേക്കാളും കൂടുതൽ കളക്ഷൻസും
ബെറ്റർ പ്രൈസിലും കിട്ടുന്നത് റാമീസിലാണെന്ന് തോന്നിയിട്ടാണ് ഞങ്ങൾ ഈ ഒരു സാധനം വാങ്ങാനായിട്ട് റാമീസിലോട്ട് വന്നിട്ടുണ്ടായിരുന്നത്. പിന്നെ അതിൻ്റെ ഇടയിൽ ഇങ്ങനെ കുഞ്ഞു ബുക്ക് പാഡ്സൊക്കെ കണ്ടു. ഞാൻ പണ്ട് കോളേജിൽ പഠിക്കുന്ന സമയത്ത് ഈ പാഡ്സിലൊക്കെയാണ് ശ്ലോകം എഴുതി പഠിക്കാറുള്ളത്. അപ്പോൾ എൻ്റെ പോക്കറ്റിൽ എപ്പോഴും ഈ ഒരു കുഞ്ഞു പാഡ് ഉണ്ടാവേ. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഫ്രീ ഉള്ള ടൈമിലൊക്കെ ഇതിങ്ങനെ കയ്യിൽ നിന്ന് എടുത്ത് നോക്കും. അപ്പോൾ അതെങ്ങനെ മെമ്മറൈസ് ചെയ്യാനൊക്കെ എളുപ്പമാണ്. നീലോ ഈ മാമൻ തണ്ട് വേറെ കളറിംഗ് ബുക്ക് ഉണ്ടോക്കിയോ നീലോ? ഉണ്ടോ നോക്ക്. അങ്ങനെ ഇന്നത്തെ പർച്ചേസ് ഇവിടെ തീർന്നു. നീലുവിന് ആവശ്യമായിട്ടുള്ള കുറച്ച് ഐറ്റംസും പിന്നെ അല്ലറ ചില്ലറ കുറച്ച് സാധനങ്ങളായിട്ടുള്ള ഒരു കുട്ടി ഷോപ്പിംഗ് ആയിരുന്നു. അപ്പോൾ സാധനമൊക്കെ മേടിച്ച് കഴിഞ്ഞ് ബിൽ കൗണ്ടറിൻ്റെ അടുത്ത് നിന്ന് നീലുവിൻ്റെ സ്ഥിരം പരിപാടിയാണ് ഇതുപോലെ ഈ മെൻഡോസ് എടുത്ത് വാങ്ങിക്കൽ. അപ്പോൾ ഇതെങ്ങനെയെങ്കിലും നിർത്തണം എന്ന് വിചാരിച്ച് നിൽക്കുകയായിരുന്നു, കാരണം നല്ല അഡിക്ഷൻ ആയിട്ടുണ്ട്. അപ്പോൾ ഇന്ന് അത്രയേ ഉള്ളൂ. അപ്പോൾ ബൈ ബൈ.